അതിൽ തന്നെ ക്ഷേത്രം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ആ യജ്ഞത്തിലേക്ക് പ്രവേശിക്കാം. ഇനിയുള്ളവർ ഈ യജ്ഞം കഴിഞ്ഞ് ഇതിന്റെ വസോർദാരിയും കൂടി കഴിഞ്ഞു പോവുകയാണെങ്കിൽ വലിയൊരു നല്ലൊരു കാര്യമാണ്. അപ്പൊ അതും കൂടി ആ രീതിയിൽ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒരു 2:30 ഇവിടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഈ യജ്ഞശാലയിൽ നമ്മൾ സത്യത്തിൽ അധികം പ്രോഗ്രാമുകൾ വെക്കാറില്ല. കാരണം ഗായത്രി മന്ത്രത്തിലെ യജ്ഞം നടക്കുന്ന സമയങ്ങളിൽ ഗായത്രി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഈ ഗായത്രി യജ്ഞം ചെയ്ത് മനുഷ്യരെ ശ്രേഷ്ഠരാക്കി തീർക്കുന്നതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ച് ഈ ലോകത്ത് നിലനിർത്തുന്ന ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് മോഹൻ വനമിത്ര എന്നറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ പാലക്കാട് പട്ടാമ്പി നടത്തി വരുന്നു. അനേക ലക്ഷങ്ങൾ മരങ്ങൾ വെച്ചുകൊണ്ടിരിച്ചുകൊണ്ട് മഹത്തായ യജ്ഞം. നമ്മളെല്ലാം യജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ദിനങ്ങളിലാണ്, അല്ലെങ്കിൽ പ്രത്യേക ദിനങ്ങളിലാണ്. ഇദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, പറയാൻ പറ്റാത്ത അത്രയും സ്ഥലങ്ങളിൽ ഈ വനം ഈ വൃക്ഷത്തെ വെച്ച് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം ഭൂമിയിൽ ചെയ്യുന്ന ഈ കൃഷിയും അതുപോലെ തന്നെ ഈ മരങ്ങൾ നൽകുന്നതാണ്. ആ ശ്രേഷ്ഠമായ ഒരു ദൗത്യം ഈ യജ്ഞശാലീകരിച്ച് ലോകത്തിന് മംഗളം നൽകുവാനും ലോകജനതയ്ക്ക് ആശ്രയിക്കാനായിട്ടുള്ള ജീവജാലങ്ങൾക്ക് അഭയം നൽകുന്ന ഈ മരങ്ങളെ, വൃക്ഷത്തൈകളെ ഈ ഭോഗയുടെ സന്നിധിയിൽ വെച്ച് അദ്ദേഹം നമ്മുടെ സ്വാമിജി കൈമാറുന്നുണ്ട്. അത് ഒരു മഹായജ്ഞമായി നമുക്ക് കാണാം. പബ്ലിസിറ്റിയൊന്നും വേണ്ട, ഇവിടെ കൊണ്ടുവരുന്നില്ല. അങ്ങനെയുള്ള പബ്ലിസിറ്റി ചെയ്തിട്ടുള്ളതാണ്. അതെന്തായാലും ജയദിനം എല്ലാവർക്കും വാങ്ങിയതിന് വളരെയധികം സന്തോഷം. പ്രകൃതിയിലെ 3 കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നീല നിറം, ശുദ്ധവായു, ശുദ്ധവെള്ളം, മഞ്ഞയാണ്. ഭൂമിയിലെ 3 കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നീല നിറം, ശുദ്ധവായു, ശുദ്ധവെള്ളം. രണ്ടാമത്തത് ഭൂമിയുടെ പച്ചപ്പ്, അറിഞ്ഞും അറിയാതെയും വെട്ടിനശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് ഭൂമിയുടെ ശുചിത്വം. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമായിരിക്കുന്നത്. ഈ 3 കാര്യത്തിന് വേണ്ടി ഈ യജ്ഞം പ്രവർത്തിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം, ദേവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. മരം ഒരു മരം. ഇത് ഒരു വിഷയം തന്നെയാണ്. ഇതുപോലെ ഗുരുസന്നിധിയിൽ ഇത് വളർന്നു വരും. സ്വാമിയുടെ വളർച്ച എന്താണോ അതിന്റെ ഒരു മെയിൻ ഭാഗമായിട്ടും അടിസ്ഥാന ഭാഗമായിട്ടും സ്വാമി പറഞ്ഞ പോലെ പ്രകൃതിയുടെ ഒരു ശക്തിയായിട്ട് ഇന്നു മുതൽ സ്വാമിയുടെ ഒരു ശക്തി എന്നും കൂടെ നിൽക്കും. നമസ്കാരം. സുരേഷ്. മംഗളം ഭവതു. ഓം സർവേഷാം മംഗളം ഭവതു. ഓം സർവം പൂർണ്ണം 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 സ്വാഹ. ഓം ഭൂര്യാ സ്വാഹ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർദേവസ്യ ധീമഹി ധിയോ യോ പ്രചോദയാത് സ്വാഹ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി പ്രചോദയാത് സ്വാഹ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ. ഓം ഈ ശ്ലോകം സുഹൃത്തിൽ വെക്കുക. സിംഹത്തിൽ വിളിച്ചിട്ട് സിംഹത്തിൽ വിളിച്ച് നിർവഹിക്കുക. ഒരു 3 പ്രണവം ഓംകാരം നീട്ടിയിരിക്കുക.